വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. നമസ്കാരം. സ്കന്ദഷഷ്ടിയുടെ മലയാള പരിഭാഷ അവതരണത്തിൻ്റെ 3ാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ഭാഗങ്ങളും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2ാമത്തെ ഭാഗം കുറച്ച് ലോങ് ഡ്യൂറേഷൻ ഉള്ളത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. ഇനിയാണ് നമ്മൾ സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ അർത്ഥങ്ങളെയും പൊരുളുകളെയും മനസ്സിലാക്കുന്ന ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും സ്കന്ദഷഷ്ടിയുടെ മലയാള പരിഭാഷ അവതരണത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ സ്കന്ദഷഷ്ടിയുടെ വ്രതാനുഷ്ഠാനത്തെ പറ്റിയും അത് എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയും ആരാണ് സ്കന്ദൻ എന്നതിനെ പറ്റിയും ആരാണ് ഷഷ്ടി ദേവി എന്നതിനെ പറ്റിയും ഒക്കെ അതിൽ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. വ്രതം ഏത് രീതിയിലാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ സ്കന്ദഷഷ്ടിയുടെ ഏവരും കാത്തിരുന്ന ശ്ലോകങ്ങളുടെ, അതായത് അതിൻ്റെ കവചത്തിൻ്റെ അർത്ഥങ്ങളെയും പൊരുളുകളെയും മനസ്സിലാക്കാൻ പോകുന്ന ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്കന്ദഷഷ്ടി കവചം ചൊല്ലുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് ആദ്യത്തെ വരിയിൽ തന്നെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇതാണ്: തുതിപ്പോർക്ക് വൽവിനൈപ്പോം തുമ്പം പോം, നെഞ്ചിൽ പതിപ്പോർക്ക്, അതായത് നെഞ്ചിൽ, ഹൃദയത്തിൽ അതിനെ ഹൃദയസ്ഥമാക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ സെൽവം പലിത്ത് കതിർ തോങ്കും. സെൽവം എന്നാൽ തമിഴ് വാക്കാണ് സെൽവം. സെൽവം എന്നാൽ ധനം, സമൃദ്ധി, സമ്പത്ത്, സമ്പൽ സമൃദ്ധി എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ആ സെൽവം പലിത്ത് കതിർ തോങ്കും, ധനസമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും. സമ്പത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹം, ഇതൊക്കെയാണ്, എല്ലാം ഇതിൽ ഉൾപ്പെടും. സെൽവം പലിത്ത് കതിർ തോങ്കും, ഈ വാക്കിൽ പലതും അർത്ഥമാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽവം എന്നാൽ ധനം, സമ്പൽ സമൃദ്ധി എന്നൊക്കെയാണ്, ഐശ്വര്യം, ഇതൊക്കെ ഇതിൽ അർത്ഥമാക്കുന്നുണ്ട്. നിഷ്ഠയും കൈക്കൂടും. നിഷ്ഠ, അതായത് സ്കന്ദഷഷ്ടി കവചത്തിന് ഒരു നിഷ്ഠ, വ്രതാനുഷ്ഠാനങ്ങൾ, ഇത് ചൊല്ലേണ്ട അല്ലെങ്കിൽ ഇത് പാലിക്കേണ്ട ചില രീതികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ നിഷ്ഠയോടുകൂടി ഇത് ചൊല്ലുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്നും അർത്ഥമാകുന്നുണ്ട്. നിഷ്ഠയും കൈക്കൂടും നിമലർ അരുൾ സ്കന്ദഷഷ്ടി കവചം തന്നെ. ഇതാണ് സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്കന്ദഷഷ്ടി കവചം ചൊല്ലുമ്പോൾ സ്തുതിപ്പോർക്ക് വൽവിനൈപ്പോം തുன்பം പോം, നെഞ്ചിൽ പതിപ്പോർക്ക് സെൽവം പലിത്ത് കതിർ തോങ്കും, നിഷ്ഠയും കൈക്കൂടും നിമലർ അരുൾ സ്കന്ദഷഷ്ടി കവചം തന്നെ എന്ന ഈ 4 വരിയുടെ അർത്ഥം ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമരർ ഇടത്തീര അമരം പുറിന്ത കുമരനടി നെഞ്ചേ കുറി. അമരർ ഇടർത്തീര എന്ന് പറയുമ്പോൾ ശരിക്കും മുരുകൻ അവതരിക്കുന്നത് തന്നെ ഒരു സംഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ, അസുര നിഗ്രഹണത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ദേവന്മാർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് അല്ലേ? ദേവന്മാർക്ക് ആരെ കൊണ്ടാണ് പ്രശ്നങ്ങൾ? അസുരന്മാരെ കൊണ്ട്. അസുരന്മാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്ന ദേവസേനാപതിയാണ് മുരുകൻ എന്ന് പറയുന്നത്. അമരർ ഇടത്തീര അമരം പുറിന്ത, ആ പ്രശ്നങ്ങൾ ഒക്കെ മാറ്റി, ദേവലോകത്തെ അസുരന്മാരെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി കുമരനടി, കുമരൻ എന്നാൽ
ഭഗവാൻ മുരുകനെയാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. കുമരനടി നെഞ്ചേ കുറി. ദേവന്മാരുടെ പ്രശ്നങ്ങളൊക്കെ അകറ്റി നിർത്തി അവരെ അസുരന്മാരിൽ നിന്നും സംരക്ഷിച്ച ഭഗവാനാണ് മുരുകൻ. ആ മുരുകനെ മനസ്സിൽ ഉൾക്കൊള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ ഇതിൽ അർത്ഥമാക്കാം. പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ ഉള്ള ഒന്നാണ് സ്കന്ദഷഷ്ഠി കവചം എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്ന് ഒന്നും പറയാൻ കഴിയില്ല. എങ്കിലും ഇതിൻ്റെ അർത്ഥങ്ങൾ, പൊരുളുകൾ ആണ് ഞാനിവിടെ വിശദമാക്കുന്നത്. പലയിടങ്ങളിലായി നിങ്ങൾ കേട്ടും വായിച്ചും ഒക്കെ കാണും. എന്നിരുന്നാലും തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ 4 വരിയുടെ അർത്ഥം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ശരിയായ അർത്ഥം തന്നെ വേണമെന്ന് പറഞ്ഞാൽ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന, ഞാൻ ഉൾക്കൊണ്ട കാര്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്കന്ദഷഷ്ഠി കവചത്തിൻ്റെ ആദ്യത്തെ 4 വരിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി കവചത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. കവചം എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുദ്ധത്തിനൊക്കെ ഇറങ്ങുമ്പോൾ, ആദ്യത്തെ ഭാഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ നമ്മളൊരു പടച്ചട്ട ധരിക്കുന്നു. എതിരെ വരുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ എതിരെ വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ സ്വയം രക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ. അതുപോലെ നമ്മൾ മനുഷ്യർ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു കവചമാണ് ഈ സ്കന്ദഷഷ്ഠി കവചം. അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ നാമത്തോടെ സ്കന്ദഷഷ്ഠി കവച ശ്ലോകത്തിൻ്റെ മലയാള അർത്ഥത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഷഷ്ടിയെ നോക്ക് ശരവണ ഭവനാർ ശിഷ്ടർക്കുതകും സെംകതിർവേലോൻ പാദം 2 പന്മണിച്ചിതങ്കൈ ഗീതം പാട കിങ്കിണിയാണ്. ഈ 4 വരിയുടെ അർത്ഥമാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഷഷ്ടിയെ നോക്ക് ശരവണ ഭവനാർ. ഷഷ്ടി തിഥി, ഷഷ്ടി നാളിൽ ഭഗവാനെ നോക്കി നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോൾ ശിഷ്ടർക്കുതകും, അതായത് ഇത് ചൊല്ലുന്നവർക്ക് ഇത് പ്രൊട്ടക്ഷൻ ആകും, അല്ലെങ്കിൽ ഒരു കവചമായി മാറും. സെംകതിർ വേലോൻ, മുരുകൻ്റെ വേലും നമ്മൾക്ക് തുണയാകും. സെംകതിർ വേലോൻ പാദം 2 പൺമണിച്ചിതങ്കി. ഭഗവാനെ മുരുക, അങ്ങയുടെ 2 പാദങ്ങളിലും ചിലങ്കകൾ, പാദസരങ്ങൾ ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ മുരുകനെ വർണ്ണിക്കുകയാണ്. മുരുകൻ്റെ കയ്യിൽ വേലുണ്ട്, കാലുകളിൽ ചിലങ്കയുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പാദം 2 പൺമണി ചിതങ്കൈ ഗീതം പാട കിങ്കിണിയാണ്. നമ്മൾ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ ഭഗവാൻ മുരുകൻ്റെ പാദാരവിന്ദങ്ങളിൽ ഉണ്ടാകുന്ന ചലനാത്മകമായ ചിലങ്കയുടെ അല്ലെങ്കിൽ ആ കാൽപാദത്തിലെ അണിഞ്ഞിരിക്കുന്ന ആ പാദസരത്തിൻ്റെ ശബ്ദധ്വനികളെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. മയ്യൽ നടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലായി എന്നെ കാക്ക വെன்றுവണ്ട് വര വര വേലായുധനാർ വരുക 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 മയിലോൻ വരുക. മയിലിൻ്റെ പുറത്ത് വാഹനമായി വരുന്നവനും തൻ്റെ ഭക്തരെ സഹായിക്കാൻ വരുന്നവനും ഈ ശ്ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി വരുന്നവനും കാലിൽ കെട്ടിയിരിക്കുന്ന ചിലങ്കയുടെ മണികളാൽ നിർമ്മിച്ച മുഴങ്ങുന്ന ആ കണങ്കാലുകളുടെ മനോഹരമായ ശബ്ദമായി വരുന്നവനുമായ ഭഗവാനെ മുരുക, അങ്ങേക്ക് സ്വാഗതം. ഷഷ്ടി ദിനത്തിൽ, ഷഷ്ടി തിഥിയിൽ അല്ലെങ്കിൽ ഷഷ്ടി നാളിൽ ഈ ഒരു ശ്ലോകം പാടുന്ന എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്നൊക്കെയാണ് ഈ വാക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വരിയിൽ അർത്ഥമാക്കുന്നത്. മയ്യൽ നടനം ചെയ്യും മയിൽ വാഹനനാർ, മയിലിൻ്റെ പുറത്ത് നടനം ചെയ്യുന്ന അല്ലെങ്കിൽ മയിലിൻ്റെ പുറത്തേറി വീഴുന്ന മയിൽ വാഹനനാർ,
മയിലിനെ വാഹനമാക്കിയവനെ മുരുക. മുരുകൻ്റെ വാഹനം എന്താണ്? മയിൽ. മയിൽ നടനം ചെയ്യും. മയിൽ എന്താ ചെയ്യുന്നേ? നടനം. മയിൽ നടനം ചെയ്യും. ആ മയിലിൻ്റെ നടനം ചെയ്യുന്ന, നൃത്തമാടുന്ന മയിലിൻ്റെ പുറത്ത് മയിലിനെ വാഹനമാക്കി വന്ന മുരുക, കയ്യിൽ വേലാൽ എന്നെ കാക്ക വെൻറുവന്ത്. കയ്യിൽ, നിൻ്റെ കയ്യിൽ എന്താണ്? വേലാണ്. ആ വേലെന്ന ആയുധം എന്നെ കാക്ക വെൻറുവന്ത്, എന്നെ കാക്കാൻ വരൂ, എന്നെ രക്ഷിക്കാൻ വരൂ. പാരായണം ചെയ്യുന്ന നിൻ്റെ ഭക്തനായ എന്നെ നീയും നടനമാകുന്ന മയിലും വേലും എന്നെ രക്ഷിക്കാൻ വരൂ എന്നാണ് പറയുന്നത്. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, വേലും മയിലും തുണൈ. അതായത് ഭഗവാൻ മുരുകൻ്റെ വേലും വാഹനമാകുന്ന മയിലും എനിക്ക് തുണൈ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ, എന്നെ രക്ഷിക്കാൻ എന്നൊക്കെ അർത്ഥമാക്കും. ആ ഒരു 4 വരികളിൽ ഇതാണ് പറയുന്നത്. വര വര വേലായുധനാർ വരുക. വരൂ, എന്നെ രക്ഷിക്കാൻ വരൂ, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ വരൂ. വരുക വരുക മയിലോൻ വരുക. വരൂ, മയിലിൻ്റെ പുറത്തേറി വാ ഭഗവാനെ, കയ്യിൽ വേലിൻ്റെ ആയുധവുമായി എന്നെ സംരക്ഷിക്കാൻ നിൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്തേറി വാ ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ ചൊല്ലുന്നത്. ഷഷ്ഠി ദിവസത്തിൽ ശരവണനായ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക്, ഞങ്ങളെ സഹായിക്കാൻ നിൻ്റെ വേലും ഏന്തി നടനം ചെയ്യുന്ന, നൃത്തമാടുന്ന മയിലിൻ്റെ പുറത്ത് മയിലിനെ വാഹനമാക്കിയ ഭഗവാനെ വരൂ, എന്നെ രക്ഷിക്കൂ, എന്നെ സഹായിക്കൂ എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇந்திரൻ മുതലാൽ என்றிசை போற்ற மந்திர வடிவேல் வருக வருக வாசவன் மருகா வருக வருக நேசக்குறமகள் நினைவோன் வருக. ഇന്ദ്രൻ മുതലായി என்றிசை പോற்ற. ഈ ഒരു വരികളിൽ ഇന്ദ്രൻ്റെ മരുമകനെ, ഇന്ദ്രൻ്റെ മരുമകനാണ് മുരുകൻ. ഇന്ദ്രൻ്റെ പുത്രിയായ ദേവസേനയെ കല്യാണം കഴിക്കുന്നതോടെ ഭഗവാൻ മുരുകൻ ഇന്ദ്രൻ്റെ മരുമകനായി മാറുന്നു. അങ്ങനെയുള്ള ഇന്ദ്രൻ്റെ മരുമകനെ വരൂ, വരൂ, ഇന്ദ്രൻ്റെ മരുമകനെ വരൂ. നേസക്കുറമകൾ നിனைவோൻ വരുക എന്ന് പറയുമ്പോൾ അവിടെ വള്ളി ദേവിയെ ആണ് അർത്ഥമാക്കുന്നത്. വള്ളി എന്ന് പറയുമ്പോൾ കുറവയായ സ്ത്രീയാണ്. നേസക്കുറമകൾ കാടിൻ്റെ പുത്രിയായ വള്ളി ദേവിയുടെ പ്രിയനെ വരൂ. 6 മുഖം പടൈത്ത അയ്യാ വരുക. 6 മുഖങ്ങളുള്ള ഭഗവാനെ, അയ്യ എന്ന് പറയുമ്പോൾ യജമാനനെ എന്നൊക്കെ അർത്ഥമാക്കുന്ന ഒരു വാക്കാണ്. 6 മുഖമുള്ള ഭഗവാനെ വരൂ. 6 മുഖം പടൈത്ത അയ്യാ വരുക. നീറിടും വേലവൻ നിത്തം വരുക. சிரஹிரி வேலவன் சீக்கிரம் வருக. சரவண பவனார் സടുതിയിൽ വരുക. ഇവിടെ 2 രീതിയിൽ നമുക്കതിനെ അർത്ഥമാക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ദ്രൻ്റെ മരുമകനെ വരൂ, വള്ളിയുടെ ഭർത്താവായ, വള്ളിയുടെ പ്രാണനാഥനായ പ്രിയനെ വരൂ, കയ്യിൽ വേലും ഏന്തി വരൂ. 6 മുഖം പടൈത്ത, 6 മുഖങ്ങളുള്ള ഭഗവാനെ വരൂ. 6 മുഖമുള്ള ഭഗവാനെ, എന്നെ രക്ഷിക്കാൻ വരൂ. കയ്യിൽ ഭസ്മം പുരട്ടുന്നവനും കയ്യിൽ വേലേന്തുന്നവനും ഭസ്മം പുരട്ടുന്നവനുമായ ഭഗവാനെ വരൂ. എത്രയും വേഗം വരാമോ അത്രയും വേഗത്തിൽ വാ. അത് കഴിഞ്ഞിട്ട് ഇത്രയും വാക്കുകൾക്ക് ശേഷം കുറച്ചു കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. രഹണ ഭവശ ര ര ര ര ര ര ര റിഹണ ഭവശ റി 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 റി. ഈ പറയുന്ന ഓരോ വാക്കുകളും 6 വട്ടമാണ് വരുന്നത്. ശ്രദ്ധിച്ചാവും. രഹണ ഭവശ ര ര ര ര ര. ഈ പറയുന്ന വാക്കുകൾ രഹണ ഭവശ ര ര ര ര ര ര. 6 വട്ടമാണ് ഈ രാ എന്ന ശബ്ദം ഇവിടെ വരുന്നത്. റിഹണ ഭവശ റി 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 റി. എല്ലാം
6 വട്ടം വരുന്നുണ്ട്. വിനഭവ ശരവ വീര നമോ നമ നിഭവ ശരഹണ നിറ നിറ നിറണ. എന്താണ് ഇതിൽ പറയുന്നത്? ഈ രഹണ ഭവശ രരരരരര രിഹണ ഭവശ രിരിരിരിരി, നമ്മളിത് വായിക്കുമ്പോൾ നമുക്കിതൊരു കൗതുകമായിട്ട് തോന്നും. ശരിക്കും എന്താണ് ഈ രഹണ ഭവശയുടെ അർത്ഥം? ഭഗവാന്റെ പേരെന്താണ്? ഭഗവാന്റെ നാമം എന്താണ്? ശരവണഭവ. ഈ ശരവണഭവ 6 വട്ടം ചൊല്ലുമ്പോൾ ശ ര വ ന ഭ വ അല്ലേ, അത് നമ്മൾ 6 വട്ടം ചൊല്ലുകയാണ്. ശേഷം ഷ എടുത്തു മാറ്റി ചൊല്ലുമ്പോൾ ര വ ന ഭ വ ശ. ഓരോ അക്ഷരവും അങ്ങോട്ട് മാറ്റി മാറ്റി മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന വാക്കുണ്ടാവുന്നത്. ഒന്നും കൂടെ കേട്ടോളൂ. ശരവണഭവ എന്ന വാക്കിൽ ഷ മാറ്റി ഏറ്റവും ബാക്കിൽ ആക്കുമ്പോൾ രവണഭവശ. ഈ രവണഭവശ 6 വട്ടം ചൊല്ലണം. ശരവണഭവ ആദ്യം 6 വട്ടം ചൊല്ലി, ഞാൻ ഈ പറയുന്ന രണ്ടാമത്തെ വാക്ക് രവണഭവശ 6 ചൊല്ലി. അപ്പോൾ 6 6 12. അതിനുശേഷം രാ എടുത്ത് യുടെ കൂട്ടത്തിൽ ചേർത്തതിന് ശേഷം വ ന ഭ വ ശ ര, വ ന ഭ വ ശ ര. ഈ വാക്കും 6 വട്ടം ചൊല്ലണം. ഓക്കെ. അതിനുശേഷം വായെടുത്ത് മാറ്റിയതിന് ശേഷം വരുന്ന ഏറ്റവും ശേഷം വരുന്ന അക്ഷരം ഏതാണ്? ന. ന ഭ വ ന ഭ വ ശ ര വ. ഈ പറയുന്ന നഭവ ശരവ എന്ന വാക്കും 6 വട്ടം ചൊല്ലണം. അതിനുശേഷം വരുന്ന വാക്കാണ് ഭ വ സ ര വ ന. ഈ വാക്കും 6 വട്ടം ചൊല്ലണം. ശേഷം ഏറ്റവും അവസാനമായ വ മാറ്റുമ്പോൾ വ സ ര ണ ഭ വ. ഇതും 6 വട്ടം ചൊല്ലണം. ഇങ്ങനെ ശരവണഭവ രവണഭവശ ശരവണഭവയിൽ തുടങ്ങി ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും 6 വട്ടമായി ചൊല്ലുമ്പോൾ 36 മാറുന്നു. 6 × 6 36. അങ്ങനെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ സ്കന്ദഷഷ്ഠി കവചം 36 പ്രാവശ്യം ചൊല്ലുന്ന ഫലപ്രാപ്തി നമ്മൾക്ക് ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ ചുമ്മാ എഴുതി വച്ചിരിക്കുന്ന വാക്കല്ല ഇത്. മനസ്സിലായോ? ഒന്നും കൂടെ ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ സ്കന്ദഷഷ്ഠി കവചത്തിൽ ഈ ഒരു പോർഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒന്നാണ്. രഹണ ഭവശ രരരരരര റിഹണ ഭവശ രിരിരിരിരിരി വിണ ഭവ ശരഹണ വീര നമോ നമ നിഭവ ശരഹണ നിര നിര നിരണ വശരഹണ ഭവ വരുക വരുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഇത്രയും ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഹിഡൻ സീക്രട്ട് എന്നൊക്കെ വേണം പറയാം. എവിടെയും അധികം ആരും പറയാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ മറഞ്ഞിരിക്കുന്നു, ഈ അക്ഷരങ്ങളിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. അത് ശരിയായ രീതിയിൽ ആ വാക്കുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ രവണഭവശ എന്ന് പറഞ്ഞാലും വിണഭശരവ എന്ന് പറഞ്ഞാലും നഭവസര എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നു ചേരുന്നത് ഒരേ വാക്കിലാണ്. ശരവണഭവ. ശരവണഭവ എന്ന 6 അക്ഷരങ്ങളെ മാറ്റിയും തിരിച്ചും കുറിക്കുന്ന വാക്കുകളുടെ വരികളുടെ ഓരോ വാക്കുകളെയും ഓരോ അക്ഷരങ്ങളെയുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇവനെ വാ അല്ലെങ്കിൽ വരൂ, ഭഗവാൻ മുരുക വാ, ശരവണ വാ, വരൂ എന്നാണ് ഇവിടെ പറയുന്നത്. അസുരർ കുടികെടുത്ത അയ്യാ വരുക, എന്നെയാളും ഇളയോൻ കയ്യിൽ പണ്ണിറ് ആയുധം പാശാങ്കുശവും. അസുരന്മാരുടെ ജീവിതത്തെ, അസുരന്മാരുടെ അംശത്തെ തന്നെ നശിപ്പിച്ച
അസുരർ കുടികെടുത്ത അസുരന്മാരെ നശിപ്പിച്ച ഭഗവാനെ അയ്യാ എന്നുദ്ദേശിക്കുന്നത് തമ്പുരാനെ വരൂ, അയ്യാ വരുക. ഏറ്റവും വിശാലമായ മനസ്സും മനോഹരമായ 12 കണ്ണുകളോട് കൂടിയ, 12 കണ്ണുകൾ എന്ന് പറയുന്നത് 6 മുഖമുള്ള ഭഗവാന്റെ 12 കണ്ണുകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 12 കണ്ണുകളോടും കൂടിയ, 12 കൈകളോട് കൂടിയ, ആയുധമേന്തിയ ഭഗവാനെ വരൂ എന്നാണ് ഈ വാക്കിൽ ഇവിടെ അർത്ഥമാക്കുന്നത്. യുവയോദ്ധാവേ, ദേവസേനാപതിയെ, ഇത്രയും വലിയ ശക്തിശാലിയായ 6 മുഖത്തോടെ, 6 കൈകളോടെ, 6 മുഖത്തോടെ, 12 കണ്ണുകളോടും 12 കൈകളോടുമുള്ള ഭഗവാൻ മുരുക വരൂ, എന്നെ രക്ഷിക്കൂ. അസുരരെ നിഗ്രഹിച്ച ഭഗവാനെ വന്ന് എന്നെ സംരക്ഷിക്കൂ എന്നാണ് ഈ ഒരു വാക്കിൽ പറയുന്നത്. അസുരന്മാരുടെ ജീവിതത്തെ, അസുരന്മാരുടെ അംശത്തെ തന്നെ നശിപ്പിച്ച, അസുരർ കുടികെടുത്ത അസുരന്മാരെ നശിപ്പിച്ച ഭഗവാനെ അയ്യാ എന്നുദ്ദേശിക്കുന്നത് തമ്പുരാനെ വരൂ, അയ്യാ വരുക. ഏറ്റവും വിശാലമായ മനസ്സും മനോഹരമായ 12 കണ്ണുകളോട് കൂടിയ, 12 കണ്ണുകൾ എന്ന് പറയുന്നത് 6 മുഖമുള്ള ഭഗവാന്റെ 12 കണ്ണുകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 12 കണ്ണുകളോടും കൂടിയ, 12 കൈകളോട് കൂടിയ, ആയുധമേന്തിയ ഭഗവാനെ വരൂ എന്നാണ് ഈ വാക്കിൽ ഇവിടെ അർത്ഥമാക്കുന്നത്. യുവയോദ്ധാവേ, ദേവസേനാപതിയെ, ഇത്രയും വലിയ ശക്തിശാലിയായ 6 മുഖത്തോടെ, 12 കണ്ണുകളോടും 12 കൈകളോടുമുള്ള ഭഗവാൻ മുരുക വരൂ, എന്നെ രക്ഷിക്കൂ. അസുരരെ നിഗ്രഹിച്ച ഭഗവാനെ വന്ന് എന്നെ സംരക്ഷിക്കൂ എന്നാണ് ഈ ഒരു വാക്കിൽ പറയുന്നത്. അയ്യും കിളിയും അടൈവുടൻ ശൗവും, ഉയ്യൊളി ശൗവും ഉയിരയും കിളിയും, കിളിയും ശൗവും കിളറൊളിയയ്യും നിലൈപ്പെറ്റെന്മുൻ നിത്തമും ഒളിരും. ഈ അയ്യും കിളിയും അടൈവുടൻ ശൗവും എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരെ, എന്തുവാ ഇവിടെ ഈ പറയുന്നത്? അതിന് ഏകദേശ ഒരു ക്ലൂ ഞാൻ തരാം. ഈ അയ്യും കിളിയും എന്നൊക്കെ പറയുന്ന ഈ ഐയുടെ അയ്യും എന്നുള്ളയുടെ ഐ മാറ്റിയാൽ, കിളിയും എന്നുള്ള അവിടുത്തെ യു മാറ്റിയാൽ എന്താ വരുന്നത്? ഐ ക്ലി. മന്ത്രജപങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കേട്ടിട്ടില്ലേ? ഐം ക്ലീം എന്നൊക്കെ, ഷൗം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ബീജമന്ത്രങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഐം ക്ലീം ശ്ലൗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെയാണ് ബീജമന്ത്രങ്ങളായ, ജീവനെ അർത്ഥമാക്കുന്ന ബീജമന്ത്രങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അയ്യും കിളിയും അണൈവുടൻ ശൗവും ഉയ്യൊളി ശൗവും ഉയിരയും കിളിയും. ഐം ക്ലീം ശ്ലൗം എന്നൊക്കെ നമ്മൾ ബീജ അക്ഷരങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മന്ത്രാക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓംകാരത്തിൻ്റെ ബീജാക്ഷരം, ആ അക്ഷരങ്ങളെ, ബീജമന്ത്രങ്ങളുടെ ആ അക്ഷരങ്ങളെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഉയിരയും കിളിയും എന്ന് പറയുമ്പോൾ, ക്ലീം എന്നത് ബീജാക്ഷരമാണ്. ബീജാക്ഷരം എന്ന് പറയുമ്പോൾ ജീവാംശമായ ഒരു, നമ്മുടെ ജീവൻ്റെ അംശത്തെ, ഉയിരിനെ, നമ്മുടെ ജീവാംശത്തെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഓം ഐം ക്ലീം സൗം എന്ന് പറയത്തില്ലേ, ആ ഒരു മന്ത്രധ്വനിയുടെ അക്ഷരങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എൻ്റെ പ്രഭുവായ, എൻ്റെ ഭഗവാനായ മുരുക, എത്രയും വേഗം എന്നെ സംരക്ഷിക്കാൻ വരൂ. നിന്നിലേക്ക് എത്തുന്ന, അതായത് നമ്മൾ ചൊല്ലുമ്പോൾ നിന്നിലേക്ക് എത്തുന്ന ഐം ക്ലീം സൗം എന്ന പ്രകാശമുള്ള, തിളക്കമുള്ള എന്നൊക്കെ അർത്ഥമാക്കുന്ന സൗം, അതായത് ആത്മാവിലേക്കുള്ള, ക്ലീം സൗം മധുരമായ ഈ ഐം എന്ന ശബ്ദം എൻ്റെ മുന്നിൽ നിന്ന് പ്രകാശിക്കട്ടെ.
ഈ ബീജമന്ത്രങ്ങളുടെ ഈ ബീജാക്ഷരങ്ങൾ എൻ്റെ മുൻപിൽ നിന്ന് പ്രകാശിക്കട്ടെ. അതായത് ഈ പറയുന്ന ഐം ക്ലീം ശ്ലൗം എന്ന വാക്കിലൂടെ ഉണ്ടാകുന്ന ആ പ്രകാശം, അല്ലെങ്കിൽ മാന്ത്രിക അല്ലെങ്കിൽ ആ മന്ത്രാക്ഷരങ്ങൾക്കുണ്ടാകുന്ന ശക്തി ഒരു വലിയ പ്രകാശമായി എൻ്റെ മുൻപിൽ വിളങ്ങട്ടെ എന്നൊക്കെയാണ് ഇതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. ഷൺമുഖം നീയും തനിയൊളിയവും കുണ്ടലിയാം ശിവ ഗുഹന്തിനം വരുഹ. ഷൺമുഖം നീയും, ഷൺമുഖൻ, ഷൺമുഖൻ എന്നാൽ 6 മുഖൻ, ഷഡ് എന്നാൽ 6, 6 മുഖങ്ങളുള്ള നീയും തനിയൊളി യൗവും പ്രകാശമായ ഉജ്ജ്വലിക്കുന്ന ആ തിളക്കമാർന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന അതിതീവ്രമായ ആ ഭഗവാന്റെ ചൈതന്യത്തിനാണ് അവിടെ അർത്ഥമാക്കുന്നത്. കുണ്ടലിയാം ശിവ ഗുഹന്തിനം വരുക. കുണ്ടലിനി ശക്തി നേടിയ, കുണ്ടലിനിയെ പ്രാപ്തമാക്കിയ ദിവ്യമായ മഹാനായ ഭഗവാനെ, ശിവൻ്റെ പുത്ര, ശിവപുത്ര, ശിവൻ മുരുകന് നൽകുന്ന പേരാണ് സ്കന്ദൻ, ഗുഹൻ, ഷൺമുഖൻ. അതിലെ ഗുഹൻ, ഗുഹ, പെട്ടെന്ന് വരൂ, എന്നെ സംരക്ഷിക്കൂ എന്നാണ് ഈ വാക്കിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വരികളിലും അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ മുരുകൻ എന്നെ രക്ഷിക്കാൻ വരൂ, മയിൽപ്പുറത്തിരിക്കുന്ന ഭഗവാനെ, കയ്യിൽ വേലുമേന്തി നിൽക്കുന്ന ഭഗവാനെ വരൂ, എന്നെ രക്ഷിക്കൂ. 6 മുഖമുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കൂ. 6 മുഖവും 12 കൈകളും 12 കണ്ണുകളുമുള്ള ഭഗവാനെ എന്നെ എത്രയും വേഗം വന്ന് രക്ഷിക്കൂ. നിന്നെ വിളിച്ച് പുകഴ്ത്തുമ്പോൾ ഞാൻ ചൊല്ലുന്ന ശ്ലോകങ്ങളുടെ മന്ത്രധ്വനിയിൽ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി ഒരു വലിയ പ്രകാശമായി സംരക്ഷിച്ച് എന്നെ സംരക്ഷിക്കാൻ എത്രയും വേഗം വരൂ ശിവൻ്റെ പുത്ര, ശിവാവതാരമായ ശിവപുത്ര വരൂ എന്നൊക്കെയാണ് ഈ ഒരു വാക്കിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്കന്ദഷഷ്ഠി കവചത്തിൻ്റെ ആദ്യത്തെ കുറച്ച് വരികളുടെ അർത്ഥം ഞാനിവിടെ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്ന ഈ രഹണ, ഭവശ, അയ്യും, കിളിയും, അണയുടൻ, ശവും, ഈ ഒരു വാക്കുകളിനകത്തൊക്കെ ഇതൊക്കെ മറഞ്ഞിരുന്ന ഓരോ മന്ത്രധ്വനിയുടെ അല്ലെങ്കിൽ മന്ത്രാക്ഷരങ്ങളുടെ അർത്ഥവും പൊരുളുകളുമാണ് എന്ന് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? ചുമ്മാ രചിക്കപ്പെട്ട ഒന്നല്ല സ്കന്ദഷഷ്ഠി കവചം എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊരു ശക്തിയുണ്ട്, ഇത് പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇത് നിഷ്ഠയോട് കൂടി പാലിച്ചാൽ പലതും നമ്മൾക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും? നല്ല നമ്മുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ ഈ ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചാഞ്ചല്യപ്പെടാത്ത, ചാബല്യമില്ലാത്ത, ശുദ്ധമായ, തെളിഞ്ഞ മനസ്സിൽ കപടതയും ദുഷിപ്പുകളും ഒന്നുമില്ലാത്ത പ്രകാശപൂരിതമായ തെളിഞ്ഞ മനസ്സാണ്. ആ മനസ്സും ചിന്തകളിൽ മുഴുകാത്ത, ചാബല്യപ്പെടാത്ത ഒരു മനസ്സുമുണ്ടെങ്കിൽ സ്കന്ദഷഷ്ഠി കവചം ചൊല്ലുന്ന ആ നിഷ്ഠയോടുകൂടി ആ വ്രതം പാലിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ മുരുകൻ തരുന്ന അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ, അറിവുകൾ ഒട്ടനവധിയാണ്. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളുടെ ഒരു വലിയ സ്രോതസ്സായ ഈ അനുഗ്രഹങ്ങൾ എല്ലാം കൂടി നമ്മൾക്ക് ഒരു പടച്ചട്ട പോലെ നമ്മളെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും നമ്മുടെ തല മുതൽ പാദം വരെ നമ്മൾക്ക് കവചമായി നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ സ്കന്ദഷഷ്ഠി കവചം. വരും തുടർ ഭാഗങ്ങളിൽ ഇതിൻ്റെ അർത്ഥങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഭഗവാൻ മുരുകൻ നമ്മൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
തുടരെ ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനുകളിൽ ചോദിക്കുക. ഞാനത് പൂർണ്ണമായും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഈ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ തുടർഭാഗത്തിനായി കാത്തിരിക്കുക. ഇങ്ങനെ കുറേശ്ശെ ചെറിയ ഭാഗങ്ങളായിട്ട് അവതരിപ്പിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകൂ. പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ട ഒന്നല്ല. നാളെ ഇത് ചൊല്ലാൻ നിങ്ങൾ പ്രാപ്തരാകുമ്പോൾ ഇത്രയും അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ച് നിങ്ങൾ ഈ ശ്ലോകം ചൊല്ലുമ്പോഴുണ്ടാകുന്ന ഒരു മനോനിർവൃതി അത് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവരും സ്കന്ദഷഷ്ഠി കവചം പൂർണ്ണമായി മനസ്സിലാക്കി നിഷ്ഠയോടുകൂടി ഈ വ്രതത്തെ കാണണമെന്നും അത്രത്തോളം മഹാശക്തിശാലിയായ മഹാസിദ്ധികൾ അടങ്ങിയ ഈ സ്കന്ദഷഷ്ഠി കവചത്തെ ഇനി മുതൽ പരിപാലിച്ച്, എങ്ങനെ പരിപാലിച്ചെന്ന് ഉദ്ദേശിക്കുന്നത് സംരക്ഷിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ദിവ്യമായ ഒരു മന്ത്രത്തെ ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിച്ച് അനുഗ്രഹങ്ങൾ പ്രാപ്തമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഭഗവാൻ മുരുകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ മുരുകൻ്റെ നാമത്തിൽ ഞാൻ ഈ ഒരു ഭാഗത്തിൽ നിന്ന് വിട ചോദിക്കുന്നു. നന്ദി, നമസ്കാരം.